ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു ഓട്സ് കുക്കീസാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, വേഗം റെസിപ്പിയിലോട്ട് പോകാം. അതിന് മുന്നേ നമ്മുടെ ചാനൽ പുതിയതായിട്ട് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. അതിന് കൂടെയുള്ള ചെറിയ ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്ത് ഓൾ സെലക്ട് ചെയ്യുക. അപ്പോഴാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയ്ക്കും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുക. അപ്പോൾ നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലോട്ട് പോകാം. ഇതിനായിട്ട് മൈദയാണ് നമ്മൾ ആദ്യം എടുത്തിരിക്കുന്നത്. ഇതൊരു 5 ടേബിൾ സ്പൂൺ മൈദയുണ്ട്. ഓക്കെ, ഇനി ഇതിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഒരു 1/2 ടീസ്പൂൺ നമ്മൾ എന്താ ചെയ്യാണ്, ബേക്കിംഗ് സോഡയാണ് ചേർക്കുന്നത്. ബേക്കിംഗ് പൗഡർ അല്ല, ബേക്കിംഗ് സോഡ. പിന്നെ ഇതിലേക്ക് ഒരു പിഞ്ച് നമുക്ക് എന്ത് ചെയ്യാം, ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇത് നമ്മൾ എന്ത് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തു. ഇനി നമ്മൾ മറ്റൊരു ബോൾ എടുക്കുകയാണ്. ഇതിലോട്ടേക്ക് നമ്മൾ ചേർക്കുന്നത് 4 ടേബിൾ സ്പൂൺ ബട്ടറാണ്. 4 ടേബിൾ സ്പൂൺ നന്നായിട്ട് ചേർത്ത് കൊടുക്കാം. ഇത് സോഫ്റ്റൻഡ് ബട്ടറാണ്, നമ്മുടെ റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടറാണ്. അപ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുക, പഞ്ചസാരയുടെ കൂടെയൊക്കെ മിക്സ് ചെയ്യാൻ എളുപ്പമാവുക. അപ്പോൾ ഇങ്ങനെ 4 ടേബിൾ സ്പൂൺ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ തന്നെ പഞ്ചസാര ചേർക്കുകയാണ്. നമ്മൾ നോർമൽ വൈറ്റ് ഷുഗർ. ഇതിലേക്ക് തന്നെ നമ്മൾ ബ്രൗൺ ഷുഗർ ആഡ് ചെയ്യാണ്. അതും 4 ടേബിൾ സ്പൂൺ തന്നെയാണ് ആഡ് ചെയ്യുന്നത്. ബ്രൗൺ ഷുഗറിൽ കട്ടകളുണ്ടെങ്കിൽ അതൊന്ന് പൊടിച്ചു കൊടുക്കുക. അപ്പോൾ എന്ത് ചെയ്യാം, 4 ടേബിൾ സ്പൂൺ ബ്രൗൺ ഷുഗറും കൂടെ ചേർത്ത് കൊടുത്തു. ഇനി ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് സോഫ്റ്റ് ചെയ്തെടുക്കണം. നല്ലൊരു ക്രീമി ആയിട്ട് ഇതിന് വരുന്നത് വരെ നമുക്കിതിനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തെടുക്കേണ്ട ആവശ്യമുണ്ട്. നമ്മൾ ബ്രൗൺ ഷുഗർ ഇല്ല എന്നുണ്ടെങ്കിൽ വൈറ്റ് ഷുഗർ ചേർത്താലും മതിയാവും. ടോട്ടൽ എത്രയാണ് എമൗണ്ട് ഷുഗർ ചേർക്കുക അത് മുഴുവനായിട്ട് വൈറ്റ് ഷുഗർ ചേർത്താൽ മതിയാവും. പക്ഷേ ബ്രൗൺ ഷുഗർ ആഡ് ചെയ്യുന്ന സമയത്ത് എന്താണ്, നമ്മുടെ കുക്കിക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടും. അതുപോലെ മൈദയുടെയും മുട്ടയുടെയും ഒക്കെ ടേസ്റ്റ് ഒന്നും മുകളിൽ വന്ന് നിൽക്കില്ല. അപ്പോൾ എന്ത് ചെയ്യാം, നമുക്കൊരു മുട്ട ചേർക്കാം. അതിനായിട്ട് ഒരു മുട്ട ഞാൻ പൊട്ടിച്ചിട്ട് ഇതിനെ ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തു. ഇതിൻ്റെ ഒരു ഹാഫ് പോർഷൻ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ, നമ്മുടെ കുക്കിയിലേക്ക് ആഡ് ചെയ്യുന്നുള്ളൂ. കാരണം നമ്മൾ കുറച്ച് കുക്കി മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. ഇത് വേണമെങ്കിൽ നമുക്ക് മുഴുവനായിട്ട് എഗ്ഗ് യൂസ് ചെയ്യാം. അപ്പം ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഡബിൾ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇതിലേക്ക് ഞാൻ എന്താണ് ചേർക്കുന്നത്, ഒരു 1/2 ടീസ്പൂണോളം വാനില എസൻസ് ചേർത്തു. വാനിലയ്ക്ക് പകരം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലേവറിങ്, ആൽമണ്ടോ അല്ലെങ്കിൽ സിനമൺ ഫ്ലേവറോ കാടമ്മ അങ്ങനെ ഇഷ്ടമുള്ള ഫ്ലേവറിങ് എന്തായാലും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തു. ഇനി ഇതിലേക്ക് നമ്മൾ മൈദയും കൂടെ ചേർക്കുകയാണ്. മൈദയും പിന്നെ നമ്മുടെ ബേക്കിംഗ് സോഡ, ഉപ്പ് എന്നിവ മിക്സ് ചെയ്ത് വെച്ചതാണത്. അതും കൂടെ ചേർത്തിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഈ വിസ്ക് മാറ്റിയിട്ടൊന്ന് സ്പാച്ചുലയിലേക്ക് മാറുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ സ്പാച്ചുല എടുത്തു. ഇനി ജസ്റ്റ് ഒന്ന് ഇതിനെ ഫോൾഡ് ചെയ്ത് കൊടുത്തുകൊണ്ടേയിരിക്കാം. പിന്നെ നമ്മളിതിലേക്ക് ഓട്സ് ചേർക്കാൻ പോവുകയാണ്. ഇത് നന്നായിട്ടൊന്ന് മിക്സായി വന്നതിന് ശേഷം, ഇത് സാധാരണ നമ്മുടെ ക്വിക്ക് കുക്കിംഗ് ഓട്സ് തന്നെയാണ്, നമ്മൾ പൊരിച്ചും ഒക്കെ ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്ന സെയിം ഓട്സ്. അപ്പോൾ എന്ത് ചെയ്യാം, നമുക്കിതിന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഏകദേശം ഇപ്പോൾ 1 കപ്പോളം ആഡ് ചെയ്തിട്ടുണ്ട്. ടോട്ടൽ നമ്മുടെ റെസിപ്പിക്ക് വേണ്ടത് 1 കപ്പും 2 ടേബിൾ സ്പൂണുമാണ്. ഓക്കെ, അപ്പോൾ എന്താണ്, ഇത് നന്നായിട്ട് മിക്സ് ചെയ്തു. അപ്പോൾ മിക്സ് ചെയ്ത സമയത്ത് നമുക്ക് ഓരോ ടെക്സ്ചർ കാണാം. ഇതിൻ്റെ ടെക്സ്ചർ മാറി മാറി വരുന്നുണ്ട്. നമ്മുടെ കയ്യിൽ പിടിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഏകദേശം ഒരു ബോളാക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ഇതിനെ റെഡിയാക്കി എടുക്കേണ്ടത്. അപ്പോൾ നമ്മളിത് ഫ്രിഡ്ജിലൊന്നും വെക്കുന്നില്ല. നമുക്ക് സാധാരണ കുക്കി ഡോസ് നമ്മൾ ഒരു അരമണിക്കൂറൊക്കെ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് നമ്മൾ ഷേപ്പ് ചെയ്തെടുക്കുന്നത്. നമ്മൾ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. ജസ്റ്റ് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞ ഉടനെ തന്നെ നമുക്കിതിന് എന്ത് ചെയ്യാം, ബേക്ക് ചെയ്തെടുക്കാം. അതിന് ഞാനിതിനെ ജസ്റ്റ് ഒന്ന് ഹാഫ് ചെയ്യാണ്. ഒരു ഹാഫ് പോർഷൻ മാത്രമേ ഞാനിപ്പോൾ ബേക്ക് ചെയ്യുന്നുള്ളൂ. ബാക്കി ഹാഫ് പോർഷൻ ഞാൻ എന്ത് ചെയ്യാണ്, ഫ്രീസറിൽ സ്റ്റോർ ചെയ്യാണ്. നിങ്ങൾക്ക് ഇതിങ്ങനെ ചെയ്യാം. ഒരു 10 ദിവസം വരെയൊക്കെ ഇതിന് കേടുകൂടാതിരിക്കും. അപ്പോൾ നമുക്ക് എപ്പോഴാണോ ഫ്രഷ് കുക്കി വേണ്ടേ അപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ആ സമയത്ത് മാത്രം എന്ത് ചെയ്യും, നമുക്ക് ഇതിലേക്ക് വേണ്ട നട്ട്സോ എന്താണ് നമ്മൾക്ക് ഇഷ്ടം അത് നമുക്ക് ചേർക്കാം. ഇപ്പം ഞാൻ ഇന്നിവിടെ ചേർക്കുന്നത് ചോക്ലേറ്റ് ചിപ്സാണ്. കുറേ ചോക്ലേറ്റ് ചിപ്സ് ചേർത്തിട്ട് നന്നായിട്ട് ഇതിനൊന്ന് മിക്സ് ചെയ്തെടുക്കാം. റൈസിൻസോ അല്ലെങ്കിൽ നട്ട്സോ അല്ലെങ്കിൽ ഏത് ഡ്രൈ ഫ്രൂട്ട്സ് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. അപ്പോൾ നമുക്കിനി എന്ത് ചെയ്യാം, ബോൾസ് ആക്കിയിട്ട് ഒന്നുകൂടെ ഓട്സിലും കൂടെ നമ്മളിതിനെ റോൾ ചെയ്തിട്ടാണ് പിന്നെ ബേക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു സെയിം അളവ് കിട്ടാൻ അല്ലെങ്കിൽ ഒരു സെയിം ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂണിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ വെയിങ് സ്കെയിൽ വെച്ചിട്ട് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാണോ നിങ്ങൾക്ക് നോർമലി എങ്ങനെയാണോ ബോൾസ് ഉണ്ടാക്കുന്നത് അതുപോലെ ബോൾസ് ഉണ്ടാക്കാം. അതിനുശേഷം ഇതിനൊന്ന് അറേഞ്ച് ചെയ്ത് വെച്ച് കൊടുക്കാം. കാരണം നമ്മൾ ബേക്ക് ചെയ്യുന്ന സമയത്ത് ഇത്തിരി വലുതാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് നമുക്കൊരു ബേക്കിംഗ് ഷീറ്റിലോട്ടേക്ക് മാറ്റി പിന്നെ നമ്മളൊരു ബേക്കിംഗ് ട്രേയിലോട്ടേക്ക് വെച്ചിട്ടുണ്ട്. അങ്ങനെ ആകുമ്പോൾ ഒട്ടി പിടിക്കുകയും ചെയ്യില്ല. ഓക്കെ, ഇനി നമുക്കിതിനെ ബേക്ക് ചെയ്യണം. ഞാനൊരു 190 ഡിഗ്രി സെൽഷ്യസിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഓവൺ പ്രീഹീറ്റ് ചെയ്തിട്ടുണ്ട്. അതിലൊരു മിഡിൽ റാക്കിൽ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു 12 മുതൽ 15 മിനിറ്റ് വരെ ഇത് നമുക്ക് കുക്ക് ചെയ്യേണ്ടി വരും. ഇപ്പം എൻ്റെ കുക്കി റെഡി ആവാൻ എടുത്തിരിക്കുന്നത് 13 മിനിറ്റാണ്.
അപ്പോൾ ഒരു 13 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോഴേക്കും എൻ്റെ കുക്ക് ചെയ്ത് നല്ല റെഡിയായിട്ട് ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എന്ത് ചെയ്യണമെന്ന് അറിയാമോ, ഒരു വയർ റാക്കിലോട്ടേക്ക് മാറ്റണം. നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇതിൻ്റെ ചൂട് പോയാലാണ് നമുക്കിതിൻ്റെ ക്രിസ്പിനെസ് മനസ്സിലാവുക അല്ലേ. ഇതിൻ്റെ മുകളിൽ നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട്. നമ്മളിതിനെ വയർ റാക്കിലോട്ട് മാറ്റുകയാണ്. ഇത് നിങ്ങൾക്ക് സാധാരണ ക്രിസ്പി അല്ല, കുറച്ച് നടുക്കുള്ള ഭാഗം കുറച്ച് സോഫ്റ്റായിട്ടാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ ബേക്ക് ചെയ്യുന്ന സമയം കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതിയാവും. ഒരു 10 മുതൽ 12 മിനിറ്റിൻ്റെ അകത്ത് എടുക്കുകയാണെങ്കിൽ നടുഭാഗം കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള കുക്കി നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതാ നമ്മുടെ കുക്കി 10 മിനിറ്റ് ഒരു കഴിഞ്ഞ ചൂടൊക്കെ പോയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും കുക്കി എത്ര ക്രംപ്ലിയാണ്, എത്ര ക്രിസ്പി ആയി വന്നിട്ടുണ്ടെന്നുള്ളത്. ഇത് ബ്രേക്ക് ചെയ്യുന്ന സമയത്തും അതകത്ത് കാണാം. ഓക്കെ, അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.